Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഓണമൊക്കെ ആവാനായില്ലേ. ഓണം എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ഫസ്റ്റ് ഓർമ്മ വരുന്നത് സദ്യ തന്നെയാവും. അപ്പം സദ്യയിൽ പ്രധാനപ്പെട്ടൊരു ഐറ്റമാണല്ലേ സാമ്പാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ 4 ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസിന് പകരമായിട്ട് നമുക്ക് പയർ, കൊത്തമര അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്, 5 വെണ്ടക്ക എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ചിരങ്ങ, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വഴുതനങ്ങ, ഒരു ക്യാരറ്റ്, പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങക്ക് പകരമായിട്ട് നമുക്ക് ഇതേപോലെ വെള്ളരിക്കയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതേ വെജിറ്റബിൾസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് ഇപ്പം ചേമ്പ്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ വേറെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും വെജിറ്റബിൾസാണ്. ഇനിയിപ്പോൾ നമുക്കിത് പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെണ്ടയ്ക്ക നമ്മൾ ഈ ഒരു സമയത്ത് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം മുരിങ്ങക്കായ ആയാലും പിന്നെ കുമ്പളങ്ങ, ക്യാരറ്റ്, തക്കാളി, ചിരങ്ങ, ബീൻസ്, വഴുതനങ്ങ, മത്തൻ, പച്ചമുളക്, 3 ഐറ്റംസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാമ്പാർ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കുന്ന സമയം കൊണ്ട് പുളി നന്നായിട്ട് നമുക്ക് സോക്കായി കിട്ടിക്കോളും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടി പരിപ്പാണ് കേട്ടോ. പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്താൽ പിന്നെ നമുക്ക് സാമ്പാർ റെഡിയാക്കി തുടങ്ങാം. അപ്പം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പ് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പരിപ്പ് നമുക്ക് ഒരു വിസിലിന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പരിപ്പും വെജിറ്റബിൾസൊക്കെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെടുക്കുന്നത് വേവുള്ള പരിപ്പാണെങ്കിൽ അപ്പം പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. പരിപ്പും വെജിറ്റബിൾസൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. മസാലപ്പൊടികളും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്തുടയും. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നാൽ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് താനെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം ഒരു സോസ് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സോസ് പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം.
വെണ്ടയ്ക്ക നമ്മൾ ഡയറക്റ്റ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് എണ്ണയിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്ക മുഴുവനായിട്ട് കോരി മാറ്റിയിട്ട് സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ സാമ്പാർ വറവിട്ടെടുക്കുന്നത്. അപ്പം എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഫുള്ളായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ സാമ്പാർ പൊടി കരിയും. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാമ്പാർ പൊടിയൊക്കെ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. അത് ഈ ഒരു സമയത്ത് നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. അപ്പോൾ പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് പുളി ഒന്ന് വേവിച്ചെടുക്കണം. പുളിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാമ്പാറിനും ആ ഒരു പുളിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് കാണുമ്പം കുറച്ച് ലൂസായിട്ടുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ ഇപ്പം നല്ല ചൂടിലാണല്ലോ. പാകത്തൊരു ചൂടൊക്കെ ആയി, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് പാകത്തൊരു ചൂടായി വരുമ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പുളിവെള്ളമൊക്കെ കുറച്ച് സമയമായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. കഷ്ണങ്ങളിലൊക്കെ പുളി ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയ അപ്പം തന്നെ ഉപയോഗിക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴാവും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുക കേട്ടോ. അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്